അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തിരുവണ്ണാമലയ്ക്കാണ് പോയത്. തിരുവണ്ണാമലയിൽ ചെന്ന് നമ്മൾ ആദ്യം അമ്പലത്തിലേക്ക് അരുണാചലേശ്വരൻ്റെ അടുത്തേക്ക് പോയി. അരുണാചലേശ്വരിൽ നമ്മൾ ഒരു 2-3 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് അകത്ത് കയറിയത്. അതിൻ്റെ ഉള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്യൂ നിന്നപ്പോൾ തന്നെ ആ അമ്പലത്തിന് ചുറ്റും ഒരു വല വെച്ചു എന്നുള്ളതാണ്. ഈ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും നമ്മുടെ ഓരോ ചക്രാസ് അവിടെ ആക്ടിവേഷൻ ആവുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ധൃതി പിടിച്ച് അവിടെ തൊഴുത് ഇറങ്ങി വരിക അല്ല വേണ്ടത്. എത്രയോ നേരം അതിൻ്റെ സറൗണ്ടിങ്സിൽ നിൽക്കാൻ പറ്റുന്നു, ആ നിൽക്കുന്നതനുസരിച്ച് നമ്മുടെ ഓരോ ചക്രാസും ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ആ സ്റ്റുഡൻസിന് ആ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മെഡിറ്റേഷൻ അത് കംപ്ലീറ്റ് ചെയ്ത് നേരെ അകത്ത് കയറാൻ നോക്കി. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റോറിയിൽ പണ്ട് ബ്രഹ്മാവും വിഷ്ണുവും ആരാണ് ഉയർന്നതെന്നുള്ള രീതിയിലൊരു ഫൈറ്റ് വന്നു. അങ്ങനെ വന്നപ്പോൾ ശിവൻ്റെ അടുത്ത് പോവുകയും ശിവൻ പെട്ടെന്ന് അവിടെ ഒരു ജ്യോതിസായിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജ്യോതിസിൻ്റെ 2 എൻഡിലും ആര് പോയി കണ്ട് ആ എൻഡ് കണ്ട് തിരിച്ച് ആദ്യത്തൊന്നു അദ്ദേഹമാണ് ടോപ്പിൽ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴത്തേക്കും പോവുകയാണ്. വിഷ്ണു താഴത്ത് പോയി നെവർ എൻഡിങ് ആയിരുന്നു. അവൻ്റെ ഇത് എൻഡ് കണ്ടുപിടിക്കാൻ പറ്റാണ്ട് അദ്ദേഹം തിരിച്ച് വരികയും ബ്രഹ്മാവ് വന്നിട്ട് മോളിൽ പോയിപ്പോൾ അവിടെ നിന്ന് ഒരു കൈതപ്പൂ താഴത്തേക്ക് വീഴുന്നതായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം കൈതപ്പൂവിനോട് ചോദിച്ചു, ഇതിൻ്റെ തുമ്പ് നീ കണ്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ മോളിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഒരു ഇത് വെച്ചിട്ട് കൈതപ്പൂവിനെയും കൊണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ തുമ്പ് അതിൻ്റെ ഏറ്റവും ടോപ്പ് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അത് നുണയായിരുന്നു അത്. അപ്പോൾ അത് ശിവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ശിവൻ്റെ ആ ദേശാഗ്നിയിൽ നിന്ന് കാലഭൈരവൻ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിൻ്റെ ഒരു തല വിച്ഛേദിച്ച് കളയുകയും ചെയ്തു. അതാണ് ശിവൻ്റെ കയ്യിലിരിക്കുന്ന തലയെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ എനർജി ഭയങ്കര ഹീറ്റ് ചെയ്ത് പഞ്ചഭൂതത്തിൽ പഞ്ചതത്വത്തിൽ അഗ്നിലിംഗമാണത്, അഗ്നിയാണത്. അപ്പോൾ അതുകൊണ്ട് മണിപ്പൂർ ചക്രയാണ് നമുക്കവിടെ കൂടുതൽ ആക്ടിവേഷൻ കിട്ടുക. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ 4 തത്വങ്ങളിലുള്ള അമ്പലങ്ങളുണ്ട്. അതിനകത്ത് ഇതാണ് അഗ്നിലിംഗം ഉള്ളത്. ഒന്നുള്ളത് ആന്ധ്രാപ്രദേശിലാണ്, 5ാമത്തെ ഉള്ളത് ശ്രീകാളഹസ്തിയിൽ. അപ്പോൾ ഈ അഗ്നിലിംഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി പറയത്തന്നെ അപ്പുറമാണത്. അതിൻ്റെ ആ പ്രകാശത്തിൻ്റെ ഇതിലാണ് നമ്മൾ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ കറുത്തിരുണ്ടായിരിക്കുന്നത് അതിൻ്റെ ഊർജ്ജത്തിൻ്റെ ആ പ്രസരണത്താൽ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ധ്യാനത്തിലിരിക്കുമ്പോൾ എത്ര താഴെ പോയാലും അതിൻ്റെ അടി കാണാൻ പറ്റാത്ത രീതിയിൽ വോൾക്കാനോ ടൈപ്പ് ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ചൂട് അനുഭവപ്പെടുന്നത്. അതാണ് ഈ അരുണാചലേശ്വരൻ്റെ പ്രത്യേകത. അത്ര പവർഫുൾ ഒരു ലിംഗമാണ് അരുണാചലേശ്വരർ. അതിന് ചുറ്റുപാടുമായിട്ട് നമുക്ക് ഗിരിവനമുണ്ട്. ആ ഗിരിവനത്തിന് 18 കിലോമീറ്റർ നമുക്ക് ഗിരിവലം ചെയ്യാം. അത് ഈ പൗർണമിക്കും അമാവാസ്യയ്ക്കും അവിടെ ഭയങ്കര പ്രത്യേകതയാണ് ഗിരിവലം വയ്ക്കുന്നത്. അവിടെ അതിന് ചുറ്റും 8 ലിംഗങ്ങളുണ്ട്. അപ്പോൾ അത് മെയിനായിട്ടുള്ള ലിംഗങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ കണ്ടമാന സമാധികളും ജീവസമാധികളും ഇഷ്ടംപോലെ ആ മലയ്ക്കകത്തുണ്ട്. സന്യാസിമാർ നമുക്ക് അവിടെ തപസ്സിരിക്കുന്ന കാണാൻ പറ്റും. ഈവൻ എല്ലാ രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് ഈ പോകുന്ന ദർശനത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങളവിടെ മെയിനായിട്ട് റാംസുഹൃത്ത് ആശ്രമത്തിൽ പോയി. ഒരു മൗനിബാബ നിലവിലിപ്പോൾ അവിടെ ഒരു ആശ്രമത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമ്മളവിടെ അദ്ദേഹവും വേണ്ടിയില്ല നമ്മളും വേണ്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ സൂക്ഷ്മത്തിൽ അദ്ദേഹവുമായിട്ട് നമ്മുടെ എനർജി ട്രാൻസ്മിഷൻ നടത്തി സംസാരിക്കാനുള്ള ഇട വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരികയും പിന്നെ നമ്മൾ പോയത് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ നമ്മൾ കയറി. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ രമണ മഹർഷിയുടെ ചാർജ് ഓൾറെഡി വന്നു കഴിഞ്ഞു. രമണ മഹർഷിയുടെ നിങ്ങൾക്ക് ആജ്ഞാചക്രയിൽ ഇപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റും രമണ മഹർഷിയുടെ ചാർജ്.
അപ്പോൾ ആ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ നമ്മൾ ആ ഹോളിൽ കയറുമ്പോൾ ആദ്യം ശിവലിംഗം കാണാൻ പറ്റും. അതമ്മയാണ് പൂജയൊക്കെ നടത്തുന്നത്. ആക്ച്വലി അതിൻ്റെ സമാധി ഇരിക്കുന്ന അതിൻ്റെ തൊട്ട് പുറകിലാണ്. ആ സ്ക്വയറായിട്ടുള്ള സമാധി, റെക്റ്റാങ്കിളായിട്ടിരിക്കുന്ന സമാധിയുടെ ബാക്കിൽ ജനലുകൾ ഇരിപ്പുന്നുണ്ട്. നിങ്ങൾ ആ ഏരിയയിൽ നിൽക്കുമ്പോഴാണ് ഈ സമാധിയുടെ ഊർജ്ജം റിയലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടെ ഇരുന്ന് കാര്യം അവർ സമ്മതിക്കില്ല. എന്നാലും ആ ഏരിയയിൽ വളരെ സ്ലോ ആയിട്ട് മൂവ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിൽക്കാനോ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ സമാധിയുടെ ഇതാണ് രമണ മഹർഷിയുടെ അവിടെ കിട്ടുക. നമുക്ക് രമണ മഹർഷിയായിട്ട് വളരെ ആയിട്ട് നല്ല രീതിയിൽ ധ്യാനത്തിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. എപ്പോൾ ചെന്നാലും അദ്ദേഹം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് സൂക്ഷ്മത്തിൽ. അങ്ങനെ നല്ലൊരു അനുഭവത്തോടു കൂടിയാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പഞ്ചെട്ടി എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്നൊരു 30 കിലോമീറ്റർ മുകളിലേക്ക് പോകണം. പഞ്ചെട്ടി എന്ന സ്ഥലത്ത് എന്താണ് ഈ പഞ്ചചെട്ടി എന്നുള്ള ഇത് പറയാൻ പഞ്ച ഇഷ്ടി എന്നായിരുന്നു പണ്ട് ഉണ്ടായത്. പഞ്ചെന്ന് പറഞ്ഞാൽ 5 ഇഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗാസ്. അങ്ങനെ അഗസ്ത്യർ അവിടെ ഒരു സ്വയംഭൂ ശിവലിംഗം ഉണ്ടായിരുന്നു. ആ സ്വയംഭൂ ശിവലിംഗം അദ്ദേഹം കുറേ കാലങ്ങളോളം അവിടെ ഇരുന്ന് ഭജിച്ച ഒരു അമ്പലമാണത് പഞ്ചവട്ടി. ഭയങ്കര പവർഫുള്ളായിട്ടൊരു ശിവലിംഗമാണത്. അതിന് മുമ്പിൽ ദേവിയുടെ പ്രസൻസും ഉണ്ട്. ആനന്ദവല്ലി ദേവിയുണ്ട് അതിന് മുമ്പിൽ. അപ്പോൾ ആനന്ദവല്ലിയുടെ ആ അമ്മയുടെ കാല് റൈറ്റിലേക്ക് ഫ്രണ്ടിലേക്ക് പോസ് ചെയ്ത് നിൽക്കുന്നതാണ്. മീൻസ് എനി അറ്റാക്കിനെസ് ഇത് അത്രയും പവർഫുള്ളായിട്ടുള്ള ദേവിയാണ് മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ശിവനും ദേവിയും ഉണ്ട്. അതുകൂടാണ്ട് അഗസ്ത്യൻ്റെ ഒരു പ്രതിമ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതെല്ലാം പ്രസൻസ് എല്ലാം ഫീൽ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് പണ്ട് കാലത്ത് രാക്ഷസന്മാർ വന്നിട്ട് ഈ അസുരന്മാർ ദേവന്മാരെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ഇവർ വന്നിട്ട് രാത്രി ആകുമ്പോൾ രാത്രി അറ്റാക്ക് ചെയ്യും, പകൽ വന്നിട്ട് കടലിനടിയിൽ പോയി തങ്ങുകയും ചെയ്യും. അപ്പോൾ ഇവരെന്ത് ചെയ്താൽ അസുരന്മാരെ കൊല്ലാൻ പറ്റുന്നില്ല ദേവന്മാർക്ക്. അങ്ങനെ അവസാനം ബ്രഹ്മാവ് തന്നെ വന്നിട്ട് അഗസ്ത്യരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും, ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറയുകയും അദ്ദേഹം അവസാനം ഒരു നിവൃത്തിയിലാണ്ട് വന്നപ്പോൾ ആ ഓഷ്യൻ കടൽ മൊത്തം ഇങ്ങോട്ട് കുടിച്ചു വറ്റിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് കുംഭമുനി എന്നൊക്കെ പേര് വന്നത് അദ്ദേഹത്തിന്. അപ്പോൾ ആ വറ്റിച്ചതിന് ശേഷം അസുരന്മാരെ ദേവന്മാർക്ക് കാണുകയും അവരെ നിഗ്രഹിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കടലില്ലാണ്ടായി. അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ പ്രകൃതി അതിന് നിലനിൽപ്പിന് അത് കഷ്ടത്തിലാവും. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഇവരെ ദേവന്മാരെ വന്നിച്ചും അഗസ്ത്യരോട് തിരിച്ചത് റീപ്ലേസ് ചെയ്യാൻ പറയുകയും അങ്ങനെ അഗസ്ത്യർ അത് തിരിച്ചു തുപ്പി എന്ന് പറയുന്നു. ഇപ്പോഴത്തെ ഓഷ്യൻ റീബാക്കായി. അപ്പോൾ അതിൽ നിന്നും കുറച്ച് അംശം ഈ അമ്പലത്തിൻ്റെ ഒരു പോണ്ടിൽ ആ അമ്പലക്കുളത്തിൽ വീഴുകയും ആ അമ്പലക്കുളമാണ് നേരെ ശിവൻ്റെ സൈഡിലായിട്ടുള്ളത് അമ്പലക്കുളമുള്ളത്. അപ്പോൾ നമ്മളിതെല്ലാം പ്രദക്ഷിണം വെച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അമ്പലത്തിൻ്റെ ആ പോണ്ടിൽ മാത്രം എനർജി വളരെ ലോ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അത് നോക്കി വന്നപ്പോൾ അതിന് ചുറ്റുപാടും കണ്ടമാനം പേര് ഇങ്ങനെ കയറി താമസിക്കുന്ന ഒരു ഇതുണ്ട്, ആ സ്ഥലം അക്വയർ ചെയ്തിട്ട്. അപ്പോൾ അവിടെ നിന്നും ഒരു നെഗറ്റിവിറ്റി നമുക്ക് സെൻസ് ചെയ്യുകയും അതാണ് ഈ കുളത്തിന് ഇതെന്ന് നമ്മൾ അവിടെ പരിഹാരം പറഞ്ഞു കൊടുത്തു. അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ കുളത്തിൻ്റെ യഥാർത്ഥ നടുക്ക് അഗസ്ത്യരൊരു പ്രതിമ സ്ഥാപിക്കുക. ആ പ്രതിമ ഈ ശിവലിംഗം ഈ പവർഫുള്ളായിട്ടുള്ള സ്വയംഭൂ ശിവലിംഗമായിട്ട് ഡയറക്റ്റ് സ്ട്രെയിറ്റ് വേയിൽ വരാവുന്ന രീതിയിൽ അഗസ്ത്യൻ്റെ പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൽ ഊർജ്ജം വരും. ആ കുളം പൂർണ്ണ രൂപത്തിൽ പണ്ടത്തെ അതേ എനർജി പ്രസൻസിൽ വരുമെന്ന് നമ്മൾ നിർദ്ദേശിക്കുകയും അവരത് വിത്തിൻ 1 ഇയറിനുള്ളിൽ അത് ചെയ്ത് തീർക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പഞ്ചേഷ്ടി. ഈ 5 എന്ന് പറയുന്നത് 5 യാഗങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി, ഒന്ന് ദേവയാഗം, ബ്രഹ്മയാഗം, ഭൂതയാഗം, പിതൃയാഗം, മനുഷ്യയാഗം. അങ്ങനെ 5 യാഗങ്ങൾ അഗസ്ത്യർ തന്നെ അവിടെ നടത്തിയ ഒരു അമ്പലമാണത്. അപ്പോൾ പഞ്ചേഷ്ടി അത് അത്രയും പവർഫുള്ളാണ്. എന്തിനാണ് നമ്മളവിടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻ ജന്മത്തിൽ അഗസ്ത്യ മുനിയുടെ ശിഷ്യനായിരുന്നു. അങ്ങനെ അഗസ്ത്യാർകൂടത്തിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം ശങ്കരാചാര്യരുടെ അടുത്ത് പോയി, പിന്നെ
വന്നിട്ട് ഇവിടെ ബോഗർ ഋഷിയുടെ അടുത്ത് പോയി, അത് കഴിഞ്ഞിട്ട് അഗസ്ത്യരുടെ അടുത്ത് പോയി. ഇനി അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ബാബാജി കേവിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരെയും തൊഴുതിട്ടാണ് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. നമസ്തേ. वंशे भवति ऊर्ध्वमेवावरुन्धे चित्रा नक्षत्रं भवति चित्रं वा एतत्कर्म यतस्त्वमेतस्त्वमन्ये சந்தோஷம் நீங்க வந்தது. ரைட்டே வர மாதிரி இருந்தது. சாணம் வாங்க இந்த பக்கம் வாய்ப்பு வாங்க. நல்ல வாக்குகள் நிறைய சொல்லுங்க. ஸ்டார்ட் பண்ணி சீல் ஏற்றலாம்.